സ്കൂളിൽ ലീവുള്ള ദിവസം ട്യൂഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആമിക്ക് ഏറ്റവും ദേഷ്യമുള്ള ദിവസം. ഇന്ന് വാവ് കാരണം സ്കൂളിന് അവധിയാണ്, പക്ഷെ ഇന്ന് ട്യൂഷൻ ഉണ്ട്. 7:30 എന്നുള്ളത് ഇന്ന് 9 മണി ആയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതൽ അച്ഛനും മോളും ഷോപ്പിലേക്ക് ഇനി നടന്നിട്ടേ പോകുള്ളൂ എന്നൊക്കെ ശബ്ദം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടിക്കൽ ആയത് ഒരൊറ്റ ദിവസമാണ് കേട്ടോ. 2 ദിവസം നല്ല മഴയായത് കാരണം കൊണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴോ ആമി റെഡി ആയി കഴിയുമ്പോൾ ഏട്ടൻ റെഡി ആയിട്ടുണ്ടാവില്ല, ഏട്ടനെ കഴിയുമ്പോൾ ആമി റെഡി ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ബസ് പോണ സമയമാവും. പിന്നെയും വണ്ടിയിൽ തന്നെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തോടെ ലാസ്റ്റാണ്, നാളെ മുതൽ നടന്ന് പൊക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. വേറൊന്നുമില്ല, എനിക്ക് രണ്ടാളും ഈ കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. രാവിലെ മുതൽ ചെറിയൊരു മൂടിക്കെട്ടലുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ ഉണ്ട്. ആദ്യകൂടിന്റെ ഉറക്കത്തിന്റെ ഷെഡ്യൂളൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നീട്ടിട്ട് അവസാനം 6 മണിയാകുമ്പോൾ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആമി പോകുമ്പോൾ ആദ്യകൂട്ടം നീട്ടിട്ടുണ്ടാവില്ല. എനിക്കാണെങ്കിൽ രാവിലെ കുളിക്കാനും ബാക്കി പണികൾക്കൊക്കെ നേരം കിട്ടിയിട്ടുണ്ട്. ആമി വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ഇന്ന് നമുക്ക് സാമ്പാറാണ്. കാരണം ആമി ഒരു സാമ്പാറിന്റെ ഫാനാണ്. എന്നും സാമ്പാർ കിട്ടുകയാണെങ്കിലും അവളൊക്കെയാണ്. അതിനിടയിൽ കൂടെ നമ്മൾ ചെറുതായിട്ട് ഒരു അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ചെറുപയറുണ്ടായിരുന്നു, അതൊന്ന് വറ്റിച്ച് നന്നായിട്ട് ഒരു ഉപ്പേരിയാക്കി മാറ്റി. ചോറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ല 8ന്റെ പണി കിട്ടി. കാരണം ഗ്യാസ് ഉണ്ട് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ബുക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കയ്യിലുള്ള ഇൻഡക്ഷൻ കുക്കർ വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. 12 മണിയാകുമ്പോഴേക്കും ആമി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആമി വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യകൂട്ടിന് സുഖമായി. കാരണം അവൻ എടുത്തുകൊണ്ട് നടക്കാൻ ഒരാളായല്ലോ. അതിനിടയ്ക്ക് നല്ല വെയിൽ വന്നിട്ടുണ്ട്. ആദ്യകൂട്ടിന്റെ തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകൽ കഴിഞ്ഞ ഏട്ടൻ എനിക്ക് നന്നായിട്ട് അതൊക്കെ ഉണക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.